ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് പുത്തൻ കുതിപ്പിനൊരുങ്ങി കൊച്ചി. 80 കോടി രൂപ ചെലവിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ച CBG പ്ലാന്റ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. തീപിടുത്തത്തിന് പിന്നാലെയാണ് കൊച്ചിയുടെ ജൈവ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ CBG പ്ലാന്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്. സംസ്ഥാന സർക്കാരിന്റെ അനുമതിയായതോടെ കമ്പനി ബോർഡ് യോഗം ചേർന്ന് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2024 പ്ലാന്റിന്റെ നിർമ്മാണം ആരംഭിച്ചു. 18 മാസമാണ് നിർമ്മാണ കാലാവധി തീരുമാനിച്ചതെങ്കിലും 6 മാസം മുൻപേ നിർമ്മാണം പൂർത്തിയാക്കി ട്രയൽ റൺ തുടങ്ങി. അങ്ങനെ റെക്കോർഡ് വേഗത്തിൽ BPCL പ്ലാന്റ് പൂർണ്ണ സജ്ജമായി. Tomorrow we are going to inaugurate our first CBG plant in the country, which is going to convert organic waste in municipal waste to gas, and that gas will be fed to refinery. This is the first of its kind in the country. It's a joint initiative by Government of Kerala, by Municipal Corporation of Kochi and Bharat Petroleum. They are also cooperated by giving us segregated municipal waste, which will be given to this plant, and from this plant, this gets converted to gas as well as manure, and the gas goes to our refinery, and manure is sold as fertilizer, organic fertilizer for the farmers. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ 11 മണിക്ക് പ്ലാന്റ് നാടിന് സമർപ്പിക്കും. ഒരു ദിവസം 150 ടൺ ജൈവമാലിന്യം സംസ്കരിക്കാൻ പ്ലാന്റിന് ശേഷിയുണ്ട്. ഭാവിയിൽ 200 ടൺ വരെയായി ഇത് വർദ്ധിപ്പിക്കാം. കൂടാതെ 6 ടണ്ണോളം കംപ്രസ്ഡ് ബയോഗ്യാസും 6 ടൺ വളവും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 80 കോടിയോളം രൂപയാണ് നിർമ്മാണ ചെലവ്. കൊച്ചി കോർപ്പറേഷൻ LDF ഭരണസമിതിയുടെ കാലത്ത് മുഖം മാറിയ ബ്രഹ്മപുരം മറ്റൊരു ചരിത്ര നേട്ടം കൂടിയാണ് കൈവരിക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.